നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ വലിയ പ്രതീക്ഷയോടെയാണ് അവന്റെ മാതാപിതാക്കൾ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഉന്നത പഠനത്തിനായി ചേർത്തത്. പഠിക്കാൻ മിടുക്കൻ, മികച്ച ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായിരുന്നു രണ്ടാം വർഷ BBSc വിദ്യാർത്ഥി. മകൻ പഠിച്ചു വലിയ നിലയിലായി കാണണമെന്ന് ആഗ്രഹിച്ച അച്ഛനും അമ്മയ്ക്കും അവന്റെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം കേൾക്കാൻ കഴിഞ്ഞത്. സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 18-നാണ്. മരണത്തിന് മുൻപ് SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മകന്റെ മരണം കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും വയനാട്ടിൽ നിന്ന് ജിൻസും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഇപ്പോൾ 9 ദിവസം പിന്നിടുകയാണ്. SFI പ്രവർത്തകരാണ് ഈ മരണത്തിന് പിന്നിൽ. ഈ വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം SFI പ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനമാണ്. അതിൽ മനംനൊന്താണ് മരണമെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നത്. ഇപ്പോൾ കുടുംബം ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ മകനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പറയുന്നത്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവും KPC അധ്യക്ഷനും അടക്കം സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചിരുന്നു. നിയമസഭ സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിന്റെ വലിയ അമർഷം, പ്രതിഷേധമൊക്കെ ആ കുടുംബത്തിനുണ്ട്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? കാരണം ഈ മകൻ്റേത് ഒരു ദുരൂഹ മരണമാണ്, കൊലപാതകമാണെന്ന് അവർ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണ് ഡാൻ? ടോം, 18-ാം തീയതിയാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 18-ാം തീയതിയാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ BBSc വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ ആ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് ക്രൂരമായി സഹവിദ്യാർത്ഥികളിൽ നിന്ന് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതി. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് SFI പ്രവർത്തകരാണ് എന്ന ആരോപണമാണ് സിദ്ധാർത്ഥിന്റെ പിതാവും മറ്റ് ബന്ധുമിത്രാദികളും ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത്. അതായത് 4ാം വർഷ വിദ്യാർത്ഥിയായ ഒരു സീനിയർ വിദ്യാർത്ഥി അടക്കം കുറച്ചു പേർ ചേർന്ന് സിദ്ധാർത്ഥിനെ കഴിഞ്ഞ 16-ാം തീയതി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ആ മർദ്ദനത്തെ തുടർന്ന് ശാരീരികമായി ഏറെ പ്രയാസങ്ങൾ നേരിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വരാൻ വാഹനത്തിൽ കയറിയതാണ്. അങ്ങനെ വാഹനത്തിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരാൻ തുടങ്ങുന്നതിനിടയിൽ ചില വിദ്യാർത്ഥികൾ ഈ സിദ്ധാർത്ഥിനെ തിരിച്ച് കോളേജിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഉപായത്തിൽ കോളേജിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം മർദ്ദിച്ച് കൊല്ലപ്പെടുത്തി കെട്ടിത്തൂക്കുകയായിരുന്നു തങ്ങളുടെ മകനെ എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വീട്ടിലെത്തി മുഴുവൻ നിയമസഹായവും ഉറപ്പാക്കാൻ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു സ്വാഭാവികമായ മരണമല്ല, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതല്ല, അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർന്ന് ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയ പാടുകൾ തന്നെയാണ് പ്രധാനമായി അവർ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം ഈ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതിന് സൂചനയായിട്ട്. അതിൽ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പുറത്തുവരാനുണ്ട്. ആ റിപ്പോർട്ടിൽ പുറത്തുവരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നിയമ നടപടികൾ എന്നാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ കുടുംബം ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.
മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിക്കൊണ്ട് തങ്ങളുടെ മകന്റെ മരണത്തിൽ അതാണ് കാരണം ഈ മരിക്കുന്ന ആ ദിവസം 1 മണിക്കൂർ മുൻപ് 1.5 മണിക്കൂർ മുൻപ് സിദ്ധാർത്ഥ് അമ്മയുമായി ഫോണിൽ വിളിച്ചിരുന്നു. എറണാകുളം വരെയും യാത്ര ചെയ്തു. അതായത് തിരുവനന്തപുരത്തേക്ക് വീട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി എറണാകുളം വരെ എത്തിയതാണ്. പിന്നീട് തിരികെ വയനാട്ടിലേക്ക് പോകുന്നു. വയനാട്ടിൽ നിന്നും ഈ ആരോപണ വിധേയനായിട്ടുള്ള SFI പ്രവർത്തകർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തിരികെ പോയെന്നൊരു ആരോപണമുണ്ട്. മാത്രമല്ല ഈ കുടുംബം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ടല്ലോ. കാരണം അമ്മയെ വിളിച്ച് 1 മണിക്കൂർ മുൻപ്, ഈ മരിക്കുന്നതിന് 1.5 മണിക്കൂർ മുൻപ് അമ്മയെ ഫോണിൽ വിളിച്ച് പറയുന്നു, അമ്മേ ഞാൻ വീട്ടിലേക്ക് വരികയാണ്, അമ്മ ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ തന്നെ കൊണ്ടുപോകുമെന്ന് സിദ്ധാർത്ഥ് സ്വന്തം അമ്മയോട് പറയുന്നുണ്ട്. പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം അമ്മയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞത് മകന്റെ മരണവാർത്തയാണ്. ഈ 1.5 മണിക്കൂറിനിടെ എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? അതിന് ഉത്തരം തരേണ്ടത് പോലീസാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ദുരൂഹത നിലനിൽക്കുന്നത് ടോം. കാരണം അത്തരത്തിൽ വീട്ടിലേക്ക് വരാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് വാഹനത്തിൽ കയറാൻ തയ്യാറെടുത്ത സിദ്ധാർത്ഥ് പിന്നീട് അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം മരണപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ അത്രയ്ക്ക് ഗുരുതരമായി മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളൊന്നും ആ 1.5 മണിക്കൂറിന് മുമ്പ് ഉണ്ടായതായി സിദ്ധാർത്ഥ് മാതാപിതാക്കളോടോ അച്ഛനോടോ അമ്മയോടോ ബന്ധുക്കളോടോ ഒന്നും പറഞ്ഞിട്ടുമില്ല. അത് തന്നെയാണ് ഇവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു വിമർശനത്തിന്റെ, ഈ ആരോപണത്തിന്റെ ഒരു ആക്കം കൂട്ടുന്നതും. അതായത് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മറ്റു ചില സഹവിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ബലം പകരുന്ന തരത്തിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം ഇത് തന്നെയാണ്. 1.5 മണിക്കൂർ മുമ്പ് ഫോണിൽ വിളിച്ച് തിരുവനന്തപുരത്തേക്ക് വരികയാണ്, അമ്മയെ ഈ പൊങ്കാലയിടാനൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 1.5 മണിക്കൂറിനിടയിൽ ദുരൂഹമായ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അത് ഭീഷണിപ്പെടുത്തി ഈ മകനെ തിരികെ കോളേജിലേക്ക് എത്തിച്ച് ഹോസ്റ്റലിൽ എത്തിച്ച് മർദ്ദിച്ച് കൊല്ലപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ, പരാതി അത് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് കൈമാറുമെന്നാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ടോം. ഡാൻ തുടരുക. ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് പോലെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. SFI പ്രവർത്തകരാണ്, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരാണ് ആരോപണ വിധേയരായിട്ടുള്ളത്. അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജിൻസ് കൂടി ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജിൻസ്, പ്രധാനമായും വന്നിരിക്കുന്ന ആരോപണം, SFI പ്രവർത്തകർക്ക് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ, 2ാം വർഷ വിദ്യാർത്ഥിയെ 100ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടടക്കം ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതെന്തായിരിക്കാം ഇങ്ങനെ ഒരു ക്രൂരമായ ആക്രമണം ഈ സിദ്ധാർത്ഥിന് മേൽ ഉണ്ടാകാനുള്ള കാരണം? അത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വാലന്റൈൻസ് ഡേയിൽ ഫെബ്രുവരി 14-ാം തീയതി ഉണ്ടായ ചില സംഭവവികാസങ്ങളുടെ തുടർച്ചയെന്നാണ്. ആ ദിവസങ്ങളിൽ, അതായത് 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിൽ മർദ്ദനമേൽക്കേണ്ടി വന്നു. ഈ ഒരു കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന ഒരു പുതിയൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് പോലീസ് ഈ കേസെടുത്തിരിക്കുന്നത്? മാത്രമല്ല, ഈ പ്രതികളായിരിക്കുന്ന SFI പ്രവർത്തകർ ഇപ്പോൾ എവിടെയാണ്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്? ജിൻസ, കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിലാണ് ഈ സിദ്ധാർത്ഥും കോളേജ് വിദ്യാർത്ഥികളും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നത്. ഈ മാസം 14 മുതൽ ഈ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ചിലർ സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷം 15-ാം തീയതിയും ഈ വീട്ടിലേക്ക് പുറപ്പെടുകയും പിന്നീട് വീണ്ടും ക്യാമ്പസിലെത്തുകയും ചെയ്ത സിദ്ധാർത്ഥിനെ ഒരു പറ്റം വിദ്യാർത്ഥികൾ വീണ്ടും ഈ ക്യാമ്പസിലെ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് ഈ ഹോസ്റ്റൽ മുറിയിലുള്ള മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഈ സിദ്ധാർത്ഥിനെ അധിക്ഷേപിക്കുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് 18-ന് രാവിലെയും ഈ പീഡനം ആവർത്തിച്ചതോടെയാണ് വീണ്ടും ഇതിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ വീട്ടുകാർ പറയുന്നത് ഈ സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കി മർദ്ദിച്ച ശേഷം കെട്ടിത്തൂക്കി എന്നുള്ള ആരോപണമാണ് നിലവിൽ ഈ കുടുംബം ആരോപിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയും പിന്നീട് കെട്ടിത്തൂക്കുകയുമാണ് ചെയ്തത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം പരാതി നൽകിയിരുന്നു. ആദ്യമേ തന്നെ ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് സംശയിക്കുന്ന വിദ്യാർത്ഥികളുടെ പേര് സഹിതമായിരുന്നു ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് പരാതി നൽകിയത്. വൈത്തിരി പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത്. പക്ഷേ ഈ സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അടിയന്തര നടപടി ഉണ്ടായിട്ടില്ല. കുറ്റക്കാരായ വിദ്യാർത്ഥികളെ
സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത് എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു സ്കൂൾ അധികൃതർ പോലും ഇത്തരത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായത്. അതിനുശേഷമാണ് ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെയാണ് നിലവിൽ പോലീസ് പ്രതികളായി ചേർത്തിരിക്കുന്നത്. നിലവിൽ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒളിവിലാണ്. അതേസമയം തന്നെ ഈ മരണത്തിൽ 10 ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതികളെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് നിലവിൽ വയനാട്ടിൽ ഉയരുന്നത്. ഈ SFI യൂണിറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ള പ്രതികളെ ഈ പോലീസും അതുപോലെ തന്നെ കോളേജ് അധികൃതരും സംരക്ഷിക്കുകയാണെന്നാണ് നിലവിലെ ആരോപണം. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ജിൻസ്, നമുക്കറിയാം ഈ സിദ്ധാർത്ഥിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിലെത്തിയ സഹപാഠികളോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പോലും കുടുംബത്തോട് പറയരുതെന്ന് അധ്യാപകർ വിലക്കിയെന്ന് സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ കൂടിയുണ്ട്. ഈ രീതിയിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥികളെ, കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? മാത്രമല്ല പോലീസ് ഇതുവരെ ഈ സംഭവം നടന്ന് 9 ദിവസം പിന്നിടുകയാണ്. SFI പ്രവർത്തകർ ഒളിവിലെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണോ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്? എന്തായിരുന്നു ഈ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന ഈ മാർച്ചിൽ ഒരു സംഘർഷ അവസ്ഥയിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായല്ലോ? തീർച്ചയായും ടോം, ഈ പ്രതികളെ 10 ദിവസത്തിന് ശേഷവും കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യത്തിലാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ